ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ 6:6 വായിക്കുന്നു. മടിയ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളിൽ പലതും പ്രകൃതിയുടെ ലോകത്തിൽ നിന്ന് ധാർമ്മിക പാഠങ്ങൾ കണ്ടെത്തുന്നതായി കാണാം. ഈ വേദവാക്യത്തിൽ മടിയനുള്ള ഉപദേശം നൽകപ്പെട്ടിരിക്കുന്നു. സ്വയം അധ്വാനിച്ച് ജീവിക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് മടിയൻ. തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. മടിയൻ ശീതനിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരയ്ക്കും, ഒന്നും കിട്ടുകയുമില്ല. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും തുടങ്ങിയ വചനങ്ങൾ മടിയനായ വ്യക്തിക്കുണ്ടാകുന്ന അനന്തരഫലങ്ങളെ കാണിക്കുന്നു. ഉത്തരവാദിത്വമില്ലായ്മയും അലസ മനോഭാവവും മൂലവും ഒരു വ്യക്തി തകർന്നു പോകുവാൻ സാധ്യതയുണ്ടെന്ന് നാം മനസ്സിലാക്കുക. ഇവിടെയാണ് ഉറുമ്പുകളെ നോക്കി പഠിക്കുവാൻ നമുക്ക് ബുദ്ധി ഉപദേശം നൽകിയിരിക്കുന്നത്. ഉറുമ്പുകൾ മറ്റാരുടെയും നിർബന്ധമില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഉത്സാഹത്തോടും വിവേകത്തോടും കൂടെ പ്രവർത്തിക്കുന്നു. ഉറുമ്പിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു. കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. അതായത് മുന്നോട്ടുള്ള കരുതലിനായി അധ്വാനിക്കേണ്ടതിന് അവർക്ക് ആരുടെയും മേൽനോട്ടം ആവശ്യമില്ല. ആജ്ഞാപിച്ചോ ഭീഷണിപ്പെടുത്തിയോ ജോലി ചെയ്യിക്കേണ്ട ആവശ്യവുമില്ല. ശ്രാന്ത പരിശ്രമത്തിലൂടെയും എല്ലാം ഭക്ഷിച്ചും തീർക്കാതെയും മിച്ചം വച്ച് സംഭരിക്കുന്നു. കരുതൽ കണ്ടെത്തുന്നതിനായി എത്ര ദൂരം സഞ്ചരിക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനും ഉറുമ്പുകൾ തയ്യാറാകുന്നു. ഓർക്കുക, വർത്തമാനകാലത്ത് നമ്മിൽ തയ്യാറെടുപ്പിന്റെ അഭാവമുണ്ടായാൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയാതെ വരും. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ആജ്ഞാപിച്ചിരിക്കുന്നു. ആരോഗ്യമുള്ളപ്പോൾ അധ്വാനിച്ച് ജീവിക്കുകയും കരുതി വയ്ക്കുകയും ക്ഷാമകാലത്ത് കഷ്ടത അനുഭവിക്കാതിരിക്കുവാൻ ചെയ്യേണ്ടതിന് ഉറുമ്പിനെ പോലെ നാം നിസ്സാരമായി കാണുന്ന ഒരു ജീവിയെ ഉദാഹരണമാക്കിയിരിക്കുന്നു. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ദൗത്യവും നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ മടികൂടാതെ പൂർത്തീകരിച്ച് നല്ലദാസനെ നല്ലദാസി എന്ന് പേർവിളി കേൾക്കുവാൻ ഇടയായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. God bless us.